No, I don't take proteins, bro. Okay. Seafood is very important. Seafood in the seafood. Seafood. Whatever you see, you eat. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇത്രയും ഹ്യൂമൻ സെൻസ് ഉള്ള ഒരുപക്ഷെ ഡിങ്കിന് ശേഷം കേരളത്തിലെ പ്രായഭേദമന്യേ ആരാധകരെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ജൂനിയർ ഹനുമാൻജിയുടെ അണ്ടിമുക്ക് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതായി വിനീതപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. പരിമിതമായ സീറ്റുകൾ മാത്രം, ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ പരിപാടി എന്തായിരുന്നു? Seafood. ആഞ്ജനേയ സ്വാമി. ഇത് തന്നെ. അതായത് മാറ്റം എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ അജിനോമോട്ടോ കണ്ടപ്പോഴേ ഞാൻ ആലോചിച്ചു, ഈ സാറിന് ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ തപ്പിപ്പോയപ്പോഴാണ് വലിയ തൊണ്ടയും ചെറിയ കോടാലിയായിട്ട് നായികയെ പട്ടാപ്പകൽ കയറി പിടിക്കുന്ന നായകൻ്റെ ആ ഹിറ്റ് പാട്ട് എനിക്ക് ഓർമ്മ വന്നത്. യു ഗെറ്റ് ഇറ്റ് റൈറ്റ്, അതും നമ്മുടെ അണ്ണൻ തന്നെ. ആക്ഷൻ പ്രിൻസിൻ്റെ ലവടാക്ക പാവട അഥവാ പൊകറു. ഈ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം സ്പെഷ്യലാണ്. അതെ, മാറ്റനെ പോലെ. അമ്മ പാസം, അച്ഛൻ പാസം, രണ്ടാനച്ഛൻ പാസം, ഫ്രണ്ട് പാസം, തങ്കച്ചി പാസം, കാമുകി പാസം. പാസമാണോ? ആണെന്ന് അവർക്കില്ലാത്ത പ്രശ്നമാണോ നമുക്ക്? പിന്നെ മാർട്ടിനെ പോലെ തന്നെ വാ പൊളിക്കുന്ന വേറൊരു പാസമുണ്ട് ഈ പടത്തിനകത്ത്, ഹനുമാൻ പാസ്. ഇതിൻ്റെ കൂടെ വാ തുറന്നാൽ കേട്ടവൻ തട്ടിപ്പോയാലും കണ്ട ഭാവം വയ്ക്കാതെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു നായകൻ. മാർട്ടിനെ പോലെ 3 റോളില്ലെന്നേ ഉള്ളൂ. ആ 3 റോളിനും അക്കം പക്കത്തുള്ള 3000 പഞ്ചായത്തിനും കൂടെ ചേർത്ത് യമ ഒറ്റ ആൾ സംസാരിക്കും. ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങിയ ഇതിൽ നായനാൾ കിടുവാണ്, സൗമ്യനാണ്, ദുശീലങ്ങളൊന്നുമില്ല, മാതാപിതാക്കളുള്ള ബഹുമാനം പിന്നെ പറയുകയും വേണ്ട. പക്ഷെ ലോകത്ത് ഒരു നായകൻ്റെ കയ്യിലും ഇല്ലാത്ത ഒരു കിടിലൻ കഴിവ് ഈ നായകൻ്റെ കയ്യിലുണ്ട്. അതെ ഗൈസ്, അണ്ണൻ വയറ്റാട്ടിയാണ്. അണ്ണൻ ആള് വയറ്റാട്ടിയാണെങ്കിലും ഡ്രസ്സിംഗ് ഒക്കെ കറണ്ട് ട്രെൻഡ് അനുസരിച്ചാണ്. ചിങ്കാരി മേളത്തിന് ചെണ്ട കെട്ടാനായിട്ട് നീട്ടിയിട്ടിരിക്കുന്ന പോലെ ഷർട്ടിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വലിച്ചിട്ടിട്ട് അത് മറ്റേ കൈ കൊണ്ട് പിടിച്ച് വാർദ്ധക്യ പെൻഷൻ മേടിക്കാൻ നിൽക്കുന്ന പോലൊരു നിപ്പുണ്ട്. വാ വെയിറ്റ്, അതെന്തോന്ന് കയറ്, എന്തോന്നേ ഇത് കൊലവഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന. മാർട്ടിനിൽ നായകനോട് നായകൻ്റെ രാജ്യസ്നേഹം കണ്ടിട്ട് ഇഷ്ടം വരുന്നു. അതും ഒരേ ഒരു സീനിൽ. കാരണം ടൈമില്ലല്ലോ, നാട് മുഴുവൻ ബോംബെറിയണം, കിടന്ന് കുരയ്ക്കണം, പീരങ്കി ഇറക്കണം, എന്തോരം പണികളാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് അത് ഇഷ്ടം പോലെ സമയമുണ്ട്. കാരണം വേറെ ഒരു കഥ ഇവർക്ക് പറയാനില്ല. ഇതിനകത്ത് നായകനും നായികയും തമ്മിൽ 12 തവണ തമ്മിൽ കാണുന്നുണ്ട്. അതായത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയ്ക്കകത്ത് പ്രേതമായ പൃഥ്വിരാജിനെ പാർവതി കാണുന്നതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ അതിനകത്ത് 11 തവണയെ കാണുന്നുള്ളൂ. പക്ഷേ എന്ന് നിന്റെ മൊയ്തീനേക്കാൾ ഹൃദയഹാരിയായ ഒരു പ്രണയകഥയാണ് ഹനുമാൻജിയുടെയും ഗീത ചേച്ചിയുടെയും. ആ ഒരു പ്രോഗ്രസ് കാണാൻ തന്നെ എന്തൊരു രസമാണെന്നറിയോ. അവർ ഓരോ തവണ കാണുമ്പോഴും ശിശിരവും വസന്തവും വരട്ടച്ചൊറിയും മുടി കൊഴിച്ചിലും എല്ലാം കൂടെ ഒരുമിച്ച് വന്നൊരു ഫീലാണ്. മീറ്റിംഗ് 1 പടക്കക്കട. മാസമുള്ള പിറന്നാളിന് നാട്ടുകാരെ വലിപ്പിച്ച് 20 ബിരിയാണി തിന്നുന്ന നായകന് തെക്കോട്ടെറിഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ട് വീണ് പൊട്ടുന്ന മാലപ്പടക്കം റോഡിലോട്ട് എറിയുന്ന ശീലമുണ്ട്. ആ റോഡിലുള്ള ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോഴാണ് നായികയ്ക്ക് പ്രശ്നം. നായിക ഒന്ന് ചോദ്യം ചെയ്ത് തീർന്നു. ഇവ എന്തോരം സംസാരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ചേട്ടന്മാരും ഈ അമ്മച്ചിയും 2 പ്രാവശ്യം പണിക്ക് പോയിട്ട് വരുന്നവരെ നിന്ന് സംസാരിക്കും. മീറ്റിംഗ് 2 പരസ്യമായ മാപ്പ് പറച്ചിൽ. നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് റോഡിലോട്ട് മാലപ്പടക്കം എറിഞ്ഞ് പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാര കുറ്റത്തിന് തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കിയ നായികയുടെ വീട്ടിൽ ഷട്ടിപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരനായിട്ട് നായകൻ ചെന്ന് നിൽക്കും. എന്നിട്ട് ജൂനിയർ ഹനുമാൻജിയെ ഇവളെ മാനഭംഗം കെടുക്കാൻ നോക്കിയെന്നും പറഞ്ഞ് കേസ് കൊടുക്കും, അല്ലെങ്കിൽ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. നാട് റോട്ടിൽ കൂടെ വരെ പുസ്തകം വായിച്ചു നടക്കുന്ന നായിക്ക് 10 പൈസ വരെയെല്ലാം നമുക്ക് അപ്പം മനസ്സിലാവും. പിന്നെ അവസാനം നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ പ്രഷർ ചെയ്യുമ്പോഴത്തേക്കും ഹനുമാൻജിയുടെ കൈ കാലാണെന്ന് വിചാരിച്ച് പിടിച്ച് നായിക്ക് മാപ്പ് പറയേണ്ടി വരും. മീറ്റിംഗ് 3 പണമായവൻ്റെ പഞ്ചാര വേണം. ആരുടെയോ കല്യാണം. ഹനുമാൻജി ഒരു മുകൂട്ടം മദ്ദളം കൊട്ടുകാരും കൂടെ അകത്തോട്ട് കൊട്ടി കയറി ചെന്ന് അവിടുത്തെ ചെറുക്കനെ എടുത്ത് അയ്യത്തോട്ട് എറിഞ്ഞിട്ട് പെണ്ണിൻ്റെ കുത്തിനെ പിടിച്ച് അവളുടെ ചത്തുപോയ കാമുകനെ കെട്ടാനെന്നും പറഞ്ഞ് മോറൽ സയൻസ് ക്ലാസ് എടുക്കും. പ്രേമനേശത്തിൽ തട്ടിപ്പോയി എന്നാണ് പറയുന്നത്. പക്ഷേ അവൻ്റെ പ്രസംഗം കേട്ട് തട്ടിപ്പോയത് ആ പാവം പെണ്ണിനെ കെട്ടി വയ്ക്കാൻ നോക്കുകയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ആസ് യൂഷ്വൽ നായിക ചോദ്യം ചെയ്യും, തീർന്നു. വെർബൽ ഡയറിക്ക് ശേഷം കൊട്ടയിലുണ്ടായിരുന്ന കുറേ ചൗരി വാരി നായിക എറിഞ്ഞിട്ട് ആ പാവം പെണ്ണിനെ കൊണ്ട് ആ ചത്തവൻ്റെ തലയിൽ താലിയിടിക്കും, മാലയിടിക്കും. എന്നിട്ടൊരു ഡയലോഗും കൂടെ. വട്ടണ്ട. ഇതിനിടയ്ക്ക് നായിക അറിയാതെ അവനോട് പവിത്രമായ സ്നേഹത്തിനെ പറ്റി പറയും. ഉടനെ അവൻ തുടങ്ങും, എന്നാൽ നാളെ തൊട്ട് ഞാൻ നിന്നെ പവിത്രമായി സ്നേഹിക്കും, നീയും എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്നും പറഞ്ഞ് നായകൻ ശപഥം ചെയ്യും. പിന്നെ അറിയാലോ, പ്രണയം പോക്കണമെങ്കിൽ പാട്ട് വേണം. മീറ്റിംഗ് 4 പരാക്രമം വിത്ത് അസോൾട്ട്.
ഈ പാട്ട് കഴിയുന്നതോടെ ലവ് ഒരു 45%. മീറ്റിംഗ് 5 പാവബോധവും പാവപ്പെട്ടവരും. 5-ാം വട്ടം കണ്ടപ്പോൾ നായിക പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരുന്നത് കണ്ട നായകൻ അവളെയും കണ്ണ് കുത്തിപ്പൊട്ടിച്ച് പിച്ച എടുപ്പിക്കാനായിട്ട് റെഡി ആകുമ്പോഴാണ് ആ സത്യം അറിയുന്നത്. ആ പാവപ്പെട്ട വസുമതി അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ തുട്ടുകൾ വാരി എടുത്തിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ലക്ഷങ്ങൾ അവർക്ക് കൊടുക്കുകയായിരുന്നു. ഹൗ ഇമോഷണൽ. അങ്ങനെ പാവങ്ങളെ സഹായിക്കുന്ന ഈ ഒരു പാവത്തിനാണല്ലോ ഇത്രയും കാലം പീഡിപ്പിച്ച് പുറകെ നടന്നതെന്ന് ആലോചിച്ചപ്പോൾ ഹനുമാൻജിക്ക് ഭയങ്കര കുറ്റബോധം. അപ്പോൾ പാവബോധത്തിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, പ്രായച്ചിത്തം. എന്താണത്? കല്യാണം. മീറ്റിംഗ് 6 പഞ്ചായത്ത് ബാർ ഓപ്പണിംഗ്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കരിമീൻ ജ്യൂസ് കട തുടങ്ങുന്ന പോലെ കോളേജിൻ്റെ അടുത്ത് ബാർ തുടങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ് നായിക പോയി സമരം ചെയ്യും. പിന്നെ നായികയ്ക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാണ്. പട്ടം പറത്തി, പടക്കം പൊട്ടിച്ചു, പട്ടച്ചാരം വിറ്റു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചെന്ന് അടിയായിരുന്നു മേടിക്കുക. അപ്പോൾ നായിക വലിയ കാര്യത്തിൽ ചെന്ന് അവരുടെ അടുത്ത് പറയും, சட்டப்பிரகாரம் காலேஜ் ஸ்கூல் டெம்பிள் ஏரியால பார் ஓபன் பண்ணப்படாது. അപ്പോൾ വില്ലൻ പറയും, சட்டத்தை உடைக்கிற எங்களுக்கு கையக்களை உடைக்கிறதுக்கு எவ்வளவு நேரம் ஆகும்? இங்க 2 பேரும் என்ன பண்ணுங்க, தயவு செய்து அமிதாப் மாமா மேல மட்டும் கை வச்சிடாதீங்க. யாரா அந்த அமிதாப் மாமா? അപ്പോൾ നായിക പറയും, ஸ்டூடெண்ட் மேல கை வச்சா என்ன ஆகும் தெரியுமா? അപ്പോൾ വില്ലൻ പറയും, ஸ்டூடெண்ட் மேல கை வைக்கிறத விட உன் மேல கை வச்சா என்ன பாக்குறேன். ഈ സമയം എന്തായാലും നായകന് വരാൻ പറ്റിയ ഒരു കറക്റ്റ് സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ അദ്ദേഹം വരുന്നു, നായികയെ രക്ഷിച്ചിട്ട് ബാർ അടിച്ച് പൊളിക്കുന്നു. നായകൻ ഏതാണ്ട് നന്നായി എന്നും പറഞ്ഞ് നായികയുടെ മനസ്സിൽ പ്രണയം പൂക്കുന്നു. പക്ഷെ അണ്ണൻ നൈസായിട്ട് പോയി വില്ലനുമായിട്ട് ഡീല് സെറ്റ് ചെയ്യുന്നു. അണ്ണന് തരാനുള്ളത് തന്നിട്ട് ബാറോ ചോറോ മോരോ എന്ത് വേണേലും തുറന്നോളാൻ പറയും. പക്ഷെ നായിക ഇത് അറിയുന്നില്ലല്ലോ. അപ്പോഴത്തേക്കും ലവ് കുറച്ച് വളർന്നു. മീറ്റിംഗ് 7 പ്രണയാഭ്യർത്ഥന. ഇതും കൂടെ കഴിഞ്ഞപ്പോൾ അണ്ണന് സഹിക്കാൻ പറ്റില്ല. അണ്ണൻ നേരെ അവരുടെ ആഗ്രഹത്തിനായിട്ട് കയറി ചെന്ന് അവിടുത്തെ ചട്ടിയും കലവും എല്ലാം തല്ലി പൊട്ടിച്ച് അവളുടെ അച്ഛനെയും കുറേ ചീത്തയും പറഞ്ഞിട്ട് അവനെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. അവർ പച്ചയ്ക്ക് ആട്ടി ഇറക്കി വിടുന്നു. മീറ്റിംഗ് 8 പരാക്രമം പാട്ട് 2. റഷ്മിയയ്ക്ക് മാത്രം എവിടെ നിന്നാണോ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കിട്ടുന്നത്? നമ്മളെയാണല്ലോ മച്ചമ്പി. ഹേ അല്ലല്ല. മീറ്റിംഗ് 9 ഇതിന് മാത്രം എനിക്ക് പായൽ തുടങ്ങുന്ന ഒരു വാക്ക് കിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അതായത് ഈ 9ാമത്തെ മീറ്റിംഗിൽ നായകൻ വീണ്ടും ചെന്ന് നായികയോട് പറയും, എന്നെ പ്രേമിക്കാവോ. അപ്പോൾ നായിക പറയും, പോയി പണി നോക്കാം. മീറ്റിംഗ് 10 പരസ്യമായ ഭീഷണി. സീതയെ കിട്ടണമെങ്കിൽ വില്ലൊടിക്കണമെന്ന് പറയുന്ന പോലെ ഗീതയെ കിട്ടണമെങ്കിൽ ക്വിസിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കുറേ കോപ്രായങ്ങൾ കാണിക്കാൻ. അത് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ. இந்த பாட்டு எந்த படத்துல? நம்ம தம்பி விஜய் தேவர்கொண்டா நடிச்ச கீதா கோவிந்தா. അപ്പോൾ ഇതിൻ്റെ അവസാനം നായിക വന്നിട്ട് എനിക്കൊന്നും നിന്നെ വേണ്ട, ഇറങ്ങിപ്പോടാ എന്ന് പറയും. അപ്പോൾ നായകൻ പറയും, എന്താ പെണ്ണുമ്പോൾ നിങ്ങളുടെ അടവൊക്കെ കൈ വെച്ചാൽ ഇത്രയും കാലം നീ പറയുന്നത് ഞാൻ കേട്ടു, ഇനി ഞാൻ പറയുന്നത് നീ കേട്ടോ, മര്യാദയ്ക്ക് കല്യാണത്തിന് സമ്മതിച്ചോ അല്ലെങ്കിൽ തൂക്കി എടുത്തുകൊണ്ട് പോകുമെന്ന് പറയും. അണ്ണൻ്റെ ഈ സ്വരമാറ്റം എല്ലാവരെയും ഞെട്ടിച്ചു. ഗൊമ്മാലെ ട്വിസ്റ്റ്. പക്ഷേ ചേച്ചിയുടെ പ്രേമം വീണ്ടും പൊങ്ങും. സീരിയസ്ലി ശരിക്കും அவனுக்கு சரின்னு தோணாலும் நான் எல்லாம் அவ வாழ மாட்டான்ப்பா. മീറ്റിംഗ് 11 പാടമെടുക്കൽ. നായിക ഇപ്പോൾ നായകനോട് ഒരു മുക്കാൽ പ്രേമമായി. അപ്പോൾ ആ പ്രേമത്തിൻ്റെ വെള്ളത്തിൽ അണ്ണനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കി കളയാമെന്ന് പറഞ്ഞ് ചേച്ചി ചെല്ലും. അപ്പോൾ അണ്ണൻ പറയും, மூஞ்ச வச்சு முகரே பேகத்துக்குள்ள போயிடுங்க. മീറ്റിംഗ് 12 പ്രണയ സാക്ഷാത്കാരം. അതും ചേച്ചി അങ്ങോട്ടേന്ന് പറയും. എങ്ങനെയാണെന്ന് അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്ക്. തണുപ്പുള്ള ഒരു രാത്രി, പ്രണയാതുരമായ ഒരു അന്തരീക്ഷം. ചേച്ചി മന്ദം നടന്ന് അണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, മട്ടൻ നീ തന്നിട്ട് ചോറ് എനിക്ക് തന്നാൽ മതിയെന്ന്. டார்லிங் பீஸா நீ துண்டு குஸ்கா வாஸ்கா குட்டா ஓகே சேர்ந்து துண்ணலாமா? സെറ്റ്. പിന്നെ ആരായാലും പ്രേമിച്ചു പോകും. ഇത്രയും വാക്കിന് മേലുള്ള ഒരു മനുഷ്യൻ കുത്തിന് വേണ്ടി എന്നെ പ്രേമിക്കടിയെന്ന് പറഞ്ഞ് പാട്ടും പാടി നടന്നിട്ട് തൊട്ടടുത്ത ദിവസം കുറ്റിക്കടി മേടിക്കാൻ നിന്ന് നായിക രക്ഷിച്ചിട്ടാണ് ഒരു ഡയലോഗ് അങ്ങോട്ട് കീച്ചു. பொம்பளை புள்ளைங்களை பார்த்து கண்ணடிக்கிறதே தப்புன்னு சொல்ற இந்த சுதந்திர நாட்டுல நீ கண்ணத்திலே அடிக்க போறியடா? നോക്കിയടാ രോമ എഴുന്നേക്കുന്നത് കുഴപ്പമാവൂ. അതിപ്പോ ശരിയായിക്കോളും. സോ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ സിനിമയുടെ ശരിക്കുള്ള കഥ എന്താണ്? നമ്മുടെ ജൂനിയർ ഹനുമാൻജിയുടെ അച്ഛൻ ചെറുപ്പത്തിലേ കൊല്ലപ്പെടും. അത് അവനെ അറിയിക്കാതെ അവൻ്റെ അമ്മ രണ്ടാമത് കിട്ടും. അണ്ണൻ വളർന്ന് വയറ്റാട്ടി ആകുമ്പോഴത്തേക്കും ഇതിനെല്ലാം ചൂട്ട് പിടിച്ച് കൂടെ നിന്ന് അമ്മച്ചി ചാവാൻ നേരത്തെ അണ്ണനോട് ആ സത്യം വെളിപ്പെടുത്തും. അവൻ്റെ പിതാശ്രീ പടമായിട്ട് 10 സാൽ ഹോ ഗയാ. ഇത് കേട്ട് നട്ടുപോയ ഹനുമാൻജിയെ അമ്മയെ കാണാനായിട്ട് ചെല്ലും. അപ്പോഴാണ് അവൻ്റെ അമ്മ രണ്ടാമത് കെട്ടിയത് പോലും അവൻ അറിയുന്നത്. ഡേയ് വയറ്റാട്ടുന്നതിൻ്റെ അത്രയും പാടില്ലല്ലോ ഡേ ഇതൊന്നും അറിയാൻ. എന്തായാലും അവിടെ ചെല്ലുമ്പോഴാണ് അവർക്ക് വേറൊരു മകളും കൂടെ ഉണ്ടെന്നുള്ളത് കാര്യം അണ്ണൻ അറിയുന്നത്. അണ്ണൻ്റെ റിലേ കംപ്ലീറ്റ് പോകും. എന്തായാലും പിള്ളയും തള്ളയും നായരും കൂടെ ചേർന്ന് അവനെ മൊത്തത്തിൽ വലിപ്പിച്ചതിൻ്റെ ദണ്ണത്തിൽ അണ്ണൻ വയറ്റാട്ടുന്നൊക്കെ നിർത്തിയിട്ട് പോയി ഡോണാവും. അച്ഛൻ മരിച്ചപ്പോൾ ഡോണായത് കണ്ടിട്ടുണ്ടാവും, അമ്മ മരിച്ചപ്പോൾ ഡോണായത് കണ്ടിട്ടുണ്ടാവും. അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഡോണായവരായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അച്ഛൻ മരിച്ചിട്ട് അമ്മ വേറെ കെട്ടിയത് കാരണം ഡോണായവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അയ്യോ സോറി കേട്ടോ, ഒരാളും കൊണ്ടുണ്ട്. താങ്ക്സ്. ഇതിനിടയ്ക്ക് ഹനുമാൻജിയുടെ തന്തയെ കൊന്ന വില്ലൻ മോനെയും കൊണ്ടുവരും ഹോസ്പിറ്റലിൽ കെട്ടാനായിട്ട്. എന്ത് തലയിലെഴുത്താണെന്ന് നോക്കണേ. ഹനുമാൻജിയുടെ രണ്ടാം തന്തയെ യവന്മാരുമായിട്ട് കയറി ഉടക്കും. ഹനുമാൻജി ആദ്യം അവരുടെ കൂടെ നിൽക്കും, എന്നിട്ട് ഇപ്പുറത്ത് നിൽക്കും. എന്നിട്ട് ക്ലൈമാക്സിൽ സഹഗുണ്ടകളെല്ലാം ജൂനിയർ ഹനുമാൻജി ബഡേ ഹനുമാൻജിയെ ആവാഹിച്ച് തട്ടും.
പക്ഷെ മെയിൻ വില്ലനെ മാത്രം ബഡേ ഹനുമാൻജി തന്നെ നേരിട്ട് വന്ന് തിരി കൊളുത്തി കത്തിക്കും. ഒരുത്തം പച്ചക്ക് എരിഞ്ഞു തീർന്നതിന്റെ സന്തോഷത്തിൽ ആ കുടുംബം അവസാനം ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്നിക്കുകയാണ്. കോപ്പിലെ കഥ പറയാൻ നടക്കുന്നു സമയം മെനക്കെടുത്താൻ നടക്കുന്നു.